അഡ്വക്കേറ്റ് അബിൻ വർക്ക് ഇപ്പോൾ 19 പേജുള്ള ഒരു വിധിന്യായമാണ് ഇന്ന് അതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ കേസിന്റെ ഏറെക്കുറെ എല്ലാ പ്രതികളെയും സംബന്ധിച്ചുള്ള മുഴുവൻ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ അന്വേഷണവും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഈ വിധിന്യായത്തിൽ തന്നെ വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട്. അപ്പോ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദേവസ്വം ബെഞ്ചല്ല ഇത് പരിഗണിച്ചിരിക്കുന്നത്, അതൊരു സിംഗിൾ ജഡ്ജ് പരിഗണിച്ചതാണ്. ജഡ്ജിമാരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അങ്ങനെ വ്യക്തിപരമായ അഭിപ്രായമാണോ വിധികളായി വരിക ഒരേ കേസ് പരിഗണിക്കുമ്പോഴെന്ന് എനിക്കറിയില്ല. നിങ്ങൾ രണ്ടുപേരും അഭിഭാഷകരാണ്. മര്യാദാ പ്രശ്നമുണ്ടോ ഈ വിധിയിൽ? ഒന്നാമത്തെ കാര്യം, ഈ ബെഞ്ചുകൾ മാറി വരും എന്നുള്ളത് ശ്രീ കെ അനിൽകുമാറിന് അറിയില്ലാത്തത് കൊണ്ടല്ല. ഈ ബെഞ്ചുകൾ എന്ന് പറഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിലിരുന്ന ബെഞ്ചും ഡെസ്കും പോലെയല്ലല്ലോ. ഓരോ ബെഞ്ചുകൾ മാറി വരും. അത് ഓരോ കേസുകളുമായി ബന്ധപ്പെട്ട ബെഞ്ചുകൾ മാറി വരും. ഓരോ സ്വഭാവമുള്ള കേസുകൾക്ക് ബെഞ്ചുകൾ മാറി വരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീ കെ അനിൽകുമാർ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളോട് വായിക്കാൻ പറഞ്ഞ 25-ാമത്തെ പേജ്, ഇനി ആ പേജ് മാത്രമാണ് ഞാൻ അദ്ദേഹം പറയുന്ന വാദഗതി അങ്ങ് അംഗീകരിച്ചുകൊണ്ട് ആ 25-ാമത്തെ പേജ് അങ്ങ് വായിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 25-ാമത്തെ പേജ് ഒന്ന് വായിച്ചു നോക്കണം എന്നാണല്ലോ പറഞ്ഞത്. അത് ഞാൻ അങ്ങ് വായിക്കാം. അപ്പോൾ അതോടുകൂടി നമുക്ക് ഇതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ വരും. എന്താണ് 25-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത്? ദ മിനിറ്റ്സ് വാസ് സൈൻഡ് ബൈ ദ പ്രസിഡന്റ്. ആരാണ് പ്രസിഡന്റ്? എ പത്മകുമാർ. 2 മെമ്പേഴ്സ് ആൻഡ് എ ഫോർ ജയശ്രീ. ഓൺ 5/7/2019, the board issued its proceedings on the above matter. The proceedings was signed by A4. The proceeding of the board as follows. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നിങ്ങളുടെ പത്മകുമാർ പ്രസിഡന്റായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എഴുതി ചേർത്ത മിനിറ്റ്സാണ് ഇനി വായിക്കേണ്ടത്. തിരുവാഭരണ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികൾ, അവിടെയാണ് ഇതിന്റെ പ്രശ്നം, ചെമ്പുപാളികൾ കൂടാതെ തെക്കു വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകിടുകളും ഇളക്കി. പ്രിയപ്പെട്ട അനിൽകുമാർ, ഇന്നലെ അയ്യന്റെ പൊന്ന് കെട്ടതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് വളരെ 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 ശക്തമായ ഭാഷയിൽ പച്ചക്ക് വിമർശിക്കുന്ന SIT എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ നിയമിച്ച SIT. ആ SITക്ക് മുന്നിൽ ഹൈക്കോടതി ഒരു നിർദ്ദേശം വെച്ചിരുന്നു, നിങ്ങൾ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതും നിങ്ങൾ പറയാനുള്ളത് പറയേണ്ടതും കോടതിയിലായിരിക്കണം, മറ്റൊരുത്തിന്റെയും മുന്നിലല്ല എന്ന്. ആ SITക്ക് നിരുത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വളരെ നിശിതമായ വിമർശനം ഹൈക്കോടതി നടത്തുന്നത് നമ്മൾ കണ്ടു. കേസിനെ അട്ടിമറിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്. കാരണം പത്മകുമാർ പറഞ്ഞിരിക്കുന്നത്, പത്മകുമാർ അകത്താകുന്നതിന് മുമ്പ് പത്മകുമാർ തന്നെ പറഞ്ഞ ദൈവതുല്യന്റെ പേരാണ്. ആ പേരിലേക്ക് SITക്ക് എത്താൻ കഴിയുന്നില്ല. എന്താ കാര്യം? ഈ SIT ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർക്ക് മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വളരെ വളരെ കടും പിടുത്തം, ശക്തമായ പിടുത്തം അവരുടെ തലയിലുണ്ട്. കാരണം എന്താ? ഈ അന്വേഷണം ഇപ്പൊ എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്. ഇവിടെ വേറെ ഒരു ട്വിസ്റ്റ് കൂടി നടക്കുന്നുണ്ട്. എന്താണ് ട്വിസ്റ്റ്? ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോ ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, കേന്ദ്ര അന്വേഷണ ഏജൻസി, ആ EDക്ക് എല്ലാ രേഖകളും നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് കോടതി ഉത്തരവായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശബരിമല കൊള്ളക്കേസ് ED കൂടി അന്വേഷിക്കാൻ ഇറങ്ങുന്നു. ഇപ്പൊ നിങ്ങളിത് കേൾക്കുമ്പോൾ വിചാരിക്കും പിണറായി വിജയനെ തൂക്കിക്കൊല്ലാനാണ് എന്ന്. അല്ല, പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനെ രക്ഷിക്കാനാണ് ED ഇറങ്ങുന്നത്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനെ രക്ഷിക്കാനാണ് ED ഇറങ്ങുന്നത്. ഏതുപോലെ? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എങ്ങനെയാണോ സഖാക്കളെ ED രക്ഷപ്പെടുത്തിയത്, അതേ രീതിയിൽ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ED ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയും പറഞ്ഞത്. ഹൈക്കോടതി ചോദിച്ചു, നിങ്ങളുടെ നടപടി എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്ന് SITയോട് ഹൈക്കോടതി ചോദിക്കുന്നു. എന്താ കാര്യം? പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, പത്മകുമാറിനെ ചോദ്യം ചെയ്തു, അതിനപ്പുറത്തേക്ക് ഒരു നീക്കുപോക്കുകളില്ല, അല്ലേ? അതിനപ്പുറത്തേക്ക് ഉന്നതരിലേക്ക് എത്തുന്നില്ല. ഇപ്പൊ ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്തു, അതുപോലെ പങ്കജ് ഭണ്ഡാരിയെ അറസ്റ്റ് ചെയ്തു. ഇവരെയൊക്കെ എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അത് കാര്യമല്ല.
പക്ഷേ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനുണ്ട്. ആ ദൈവതുല്യനിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഇങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ ED ഇറങ്ങിയിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു. എന്താ? പിണറായി വിജയൻ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ ആ പിണറായി വിജയനെ രക്ഷിക്കാൻ ED വരും. പിണറായി വിജയനെ രക്ഷിക്കാൻ ED വരും. അതാണ് കാര്യം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കാരണം കൊടുക്കൽ വാങ്ങലുകളാണ്. പിണറായി വിജയനെ ED അന്വേഷണം നടത്തും. പക്ഷേ ED കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് യഥാർത്ഥ കണ്ടെത്തലുകളായിരിക്കില്ല, മറ്റൊന്നാണ്. എന്താ കാര്യം? ആ യഥാർത്ഥ കണ്ടെത്തലുകൾ അമിത്ഷായുടെ കയ്യിലുണ്ടാകും, മോഡിയുടെ കയ്യിലുണ്ടാകും, RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിലുണ്ടാകും. ഈ 3 പേരുടെ അടുത്തും ഒറിജിനൽ റിപ്പോർട്ട്, ഒറിജിനൽ കണ്ടെത്തലുകൾ, തെളിവടക്കം ഉണ്ടാകും. എന്നിട്ട് ഇടക്കിടക്ക് പിണറായി വിജയൻ, ഹലോ പിണറായി, ഇതാ കണ്ടോ കൈരേഖ കാണിക്കും. അപ്പൊ പിണറായി ഡൽഹിക്ക് ഓടും, PM ശ്രീയിൽ ഒപ്പിടും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വിളിക്കും, ഹലോ പിണറായി. വീണ്ടും പിണറായി അത് കാണുമ്പോൾ ഓടും ഡൽഹിക്ക്, വീണ്ടും അടുത്തതിലൊപ്പിടും, ലേബർ കോഡിലൊപ്പിടും. അങ്ങനെ പിണറായി വിജയനെ കൊണ്ട്, പിണറായി വിജയനെ മുന്നിൽ നിർത്തി കേരളത്തിന്റെ മണ്ണിൽ RSS അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോ ED വന്നിരിക്കുന്നത്. അതിന് EDക്ക് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, യാഥാർത്ഥ്യം മനസ്സിലാക്കണം, എന്നാൽ അത് ഇടക്കിടക്ക് പിണറായി വിജയനെ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഫേക്ക് റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ ഹാജരാക്കണം. എന്നിട്ട് പിണറായി വിജയനെ വൈറ്റ് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തണം. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെ വൈറ്റ് വാഷ് ചെയ്യണം. അങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് പിണറായി വിജയനെ കൊണ്ടു നിർത്തിയാൽ മാത്രമേ എന്ത് സാധ്യമാകുകയുള്ളൂ? 2026 ഈ തിരിച്ചടികളൊക്കെ നേരിട്ട പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള കാരണം എന്താ? RSSന്, സംഘ് പരിവാറിനും അറിയാം, എന്തറിയാം? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ RSSനും സംഘ് പരിവാറിനും കേരളത്തിൽ അധികാരത്തിലെത്താൻ കഴിയില്ല എന്നറിയാം. അവിടെ പിന്നെ എന്താ വേണ്ടത്? അവരുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് തുള്ളിച്ചാടുന്ന ഒരു പാവക്കുട്ടി വേണം. ആ പാവക്കുട്ടിയാണ് പിണറായി വിജയൻ. കാരണം പിണറായി വിജയനെയാണ് ഈ EDക്കും RSSനും സംഘ് പരിവാറിനും ഒക്കെ ഇടക്കിടക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്ന ഒരേ ഒരു നേതാവ് പിണറായി വിജയൻ മാത്രമാണ്. അതുകൊണ്ട് പിണറായി വിജയനെ തന്നെ ആ കസേരയിൽ കാണണം. അതിന് ED വരണം, വൈറ്റ് വാഷ് ചെയ്യണം, എന്നിട്ട് കേരളത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം. എന്നാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ മാത്രമേ RSSന് കാര്യങ്ങൾ നടപ്പിലാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാ പിന്നെ RSSന് അവർക്ക് അധികാരത്തിൽ കയറാനുള്ള എന്തെങ്കിലും ചെയ്തുകൂടെ? അത് തന്നെയാണ് ചെയ്യുന്നത്. എന്ത്? ബടക്കാക്കി തനിക്കാക്കുക. ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു 5 വർഷം കൂടി ഭരിച്ചോട്ടെ, കുഴപ്പമില്ല. ആ 5 വർഷം കൊണ്ട് മാക്സിമം പിണറായി വിജയനെ ബടക്കാക്കണം. അങ്ങനെ ബടക്കാക്കിയാൽ അതിന്റെ ഉപകാരം ആർക്കാ കിട്ടാൻ പോകുന്നത്? അതിന്റെ ഉപകാരം കിട്ടാൻ പോകുന്നത് RSSനാണ്. RSSനാണ് അതിന്റെ ഉപകാരം കിട്ടാൻ പോകുന്നത്. സംഘ് പരിവാറിനാണ് അതിന്റെ ഉപകാരം കിട്ടാൻ പോകുന്നത്. അങ്ങനെ പിണറായിയെ ബടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് RSSും സംഘ് പരിവാരവും കടക്കുകയാണ്. അതിനെന്തെങ്കിലും ഉദാഹരണമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. ഉണ്ട്. ആ ബടക്കാക്കി തനിക്കാക്കിയതിന്റെ ഉദാഹരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമില്ലേ? ബടക്കാക്കി തനിക്കാക്കി. ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്ത, അഹങ്കാരവും ഹുങ്കും ധാർഷ്ട്യവും മാത്രം നിറഞ്ഞ ഒരു സഖാവിനെ പിടിച്ച് മേയറാക്കിക്കൊണ്ട് ബടക്കാക്കി തനിക്കാക്കിയതാണ് സംഘ് പരിവാർ എന്ന് അവിടെ അധികാരത്തിൽ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഇതാണ് EDയുടെ ലക്ഷ്യം. ED വരുന്നു എന്ന് കേൾക്കുമ്പോ പിണറായി വിജയൻ വല്ലാത്ത സന്തോഷത്തിലാ. പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ പായസം വിതരണം ചെയ്യുക. കാരണം എന്താ? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ED വന്നിട്ട് തൂക്കിയെടുത്ത് അകത്തിടാൻ പോകുന്നില്ല. ED വന്നു കഴിഞ്ഞാൽ വൈറ്റ് വാഷ് ചെയ്യും, കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. അതിലൂടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിരിക്കുന്ന തിരിച്ചടികൾ ഓരോന്നായിട്ട് കഴുകിക്കളയാൻ സാധിക്കുമെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നു. പിണറായി വിജയൻ കരുതുന്നത് എന്താ? 5 വർഷം കൂടി. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇനി ഒരു 5 വർഷം കൂടി ഇരുന്നാലും ഇല്ലെങ്കിലും ഒന്നും ഇല്ല. അയാളുടെ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് അത് അയാൾ എല്ലാം നേടി, അല്ലേ? അവിടെ കേരളം എന്തായാലും, കേരളത്തിൽ ആര് വന്നാലും എങ്ങനെ പോയാലും എവിടെ പോയാലും ഒന്നും അയാളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല, പാർട്ടി പ്രശ്നമല്ല.
അഖിലേന്ത്യാ സെക്രട്ടറി പ്രശ്നമല്ല, സംസ്ഥാന സെക്രട്ടറി പ്രശ്നമല്ല, എന്തിന് മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും അറിയിക്കാതെയാണ് പിണറായി വിജയൻ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ED വരുന്നത് ബെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടിയാണ്. ED വരുന്നത് പിണറായി വിജയനെ തൂക്കിയെടുത്ത് അകത്തിടാൻ വേണ്ടിയല്ല. അപ്പോ ഇന്നലെ ഹൈക്കോടതിയും ഇതേ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. ഹൈക്കോടതി SITയോട് ചോദിക്കുക, എന്താ നിങ്ങൾക്ക് പറ്റിയത്? അതിന് മറുപടി ഇന്നലെ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന SIT ഉദ്യോഗസ്ഥർ അവരുടെ മുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വല്ലാത്തൊരു പിടുത്തം പിടിച്ചിരിക്കുകയാണ്. വിടുന്നില്ല ആ പിടി അങ്ങോട്ട് വിടുന്നില്ല. കാരണം എന്താ? പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. അങ്ങോട്ടാണ് കാര്യങ്ങൾ എത്തുന്നത്. അതുകൊണ്ടാണ് എന്തേ പത്മകുമാറിന് ശേഷം ഒരു നടപടിയും ഉണ്ടാവുന്നില്ല, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ ഉറങ്ങുകയാണോ എന്ന് SITയോട് ഇന്നലെ ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നത്. മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ? അപ്പോ ഈ ബടക്കാക്കി തനിക്കാക്കലാണ് RSSന്റെ അജണ്ട. ആ RSSന് 5 വർഷം കൂടി പോയാലും കുഴപ്പമില്ല. RSS ലക്ഷ്യം വെക്കുന്നത് 2031 അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള കാലങ്ങളാണ്. ആ കാലത്ത് RSSന് അധികാരത്തിലേക്ക് വരണം. അതിന് ബടക്കാക്കി തനിക്കാക്കണം. ഇത് മുൻകൂട്ടി കണ്ട മറ്റൊരാളുണ്ട്. ആരാണ്? സഖാവ് തോമസ് ഐസക്കാണ്. ആ തോമസ് ഐസക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു ഇടത് ഹിന്ദുത്വ അജണ്ട എന്ന്. അത് തന്നെയാണ് സഖാക്കളെ ബടക്കാക്കുക. ആ ബടക്കാക്കിയാൽ തനിക്കാകുന്നത് സംഘപരിവാറിന്. അത് തന്നെയാണ് ഇടത് ഹിന്ദുത്വ അജണ്ട. സഖാക്കളെ ബടക്കാക്കുക, തനിക്കാകുന്നത് സംഘപരിവാറിന്. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അതാണ് ഇടത് ഹിന്ദുത്വ അജണ്ട. ആ ഇടത് ഹിന്ദുത്വ അജണ്ടയാണ് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടത്. അത് കണ്ടത് കൊണ്ടാണ് തോമസ് ഐസക് പറഞ്ഞത് ഇടത് ഹിന്ദുത്വ അജണ്ട എന്ന്. അത് തന്നെയാണ് EDയും നടപ്പിലാക്കുന്നത്, ബടക്കാക്കി തനിക്കാക്കുക എന്നുള്ളത്. അപ്പോ എല്ലാം വളരെ കണക്റ്റഡ് ആണ്. RSSന് ഇപ്പോ വേണ്ടത് RSSന്റെ മുഖ്യമന്ത്രിയല്ല. RSSന് ഇപ്പോ വേണ്ടത് മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കണമെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ മാത്രമേ പറ്റുകയുള്ളൂ. അതല്ലാതെ മറ്റാരെയും കൈരേഖ കാണിച്ച് ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ RSSന് കഴിയില്ല. അതിന് കഴിയണമെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ ആര് വേണം? പിണറായി വിജയൻ വേണം. അങ്ങനെ പിണറായി വിജയനെ ഒരു 5 വർഷം കൂടി ഇരുത്തി അടുത്ത 5 വർഷമാകുമ്പോ ബടക്കാക്കണം പിണറായി വിജയനെ, ബടക്കാക്കി തനിക്കാക്കണം. അതാണ് RSS സ്വപ്നം കാണുന്നത്. അതിനാണ് EDയെ പറഞ്ഞയച്ചത്. അതല്ലാതെ EDയെ പറഞ്ഞയച്ചത് അന്വേഷിച്ച് സത്യങ്ങൾ കണ്ടുപിടിച്ച് ഈ പറയുന്ന ദൈവതുല്യനെ അടക്കം പിടിച്ച് അകത്തിടാൻ വേണ്ടിയിട്ടല്ല.